എന്താ പ്രകാശ ഈ നേരത്ത്? സഖാക്കൾ ജീവൻ നൽകി പാരിൽ വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, ധീരസഖാക്കൾ ജീവൻ നൽകി പാരിൽ വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, മർദ്ദകർ ഞെട്ടും മർദ്ദിത ഗുണരും മാനവമോചന പ്രസ്ഥാനം, മർദ്ദകർ ഞെട്ടും മർദ്ദിത ഗുണരും മാനവമോചന പ്രസ്ഥാനം. ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, വിശപ്പെരിയും അവരുടെ ചിന്തയിൽ വിലങ്ങുകൾ പണിയും ചൂഷകരിൽ, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ധീരസഖാക്കൾ ജീവൻ നൽകി പാരിൽ വളർത്തിയ സഖാക്കളെ, നമ്മെ സംബന്ധിച്ച് സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് വളരെയേറെ ദുഃഖം നൽകുന്ന ഈ സന്ദർഭത്തിൽ മറ്റൊരു വേദന കൂടി നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ ഭാര്യ സുഹറയും മകൾ നാദിയയും ഈ ഗ്രാമത്തിൽ നിന്നും മകളുടെ ഉപരിപഠനത്തിനായി നമ്മെ വിട്ടുപോവുകയാണ്. ഈ അവസരത്തിൽ സഖാവ് സുഹറയുടെ സേവനം നഷ്ടപ്പെടുന്നതിൽ പാർട്ടിയുടെ സഹചാരികളായ നമുക്ക് ഈ വേർപാട് വേദന മാത്രമല്ല, ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് നമ്മൾ കരുതുന്നു. സഖാവിൻ്റെ രക്തസാക്ഷി അനുസ്മരണ വേളയിൽ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി സഖാവ് സുഹറയെ ഞാൻ ക്ഷണിക്കുന്നു. സഖാക്കളെ, സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷി ദിനത്തിൽ നിങ്ങളിലൂടെയും എന്നിലൂടെയും ഇന്നും ജീവിക്കുന്ന സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായെങ്കിലും എനിക്കും ചെയ്യാനായതിൽ സംതൃപ്തയാണ് ഞാൻ. ഇനിയും സഖാവിൻ്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ബാപ്പുട്ടിക്കയുടെ ഓർമ്മകളില്ലാത്തൊരു നാട്ടിലേക്ക്
ആ മുതുകാടിന് ആരെങ്കിലും വന്നാ ഞാൻ നാസറിൻ്റെ അടുത്തേക്ക് പോയതാന്ന് പറ. അവിടുന്ന് തോട്ടത്തിലേക്ക് ചെല്ലുമെന്ന് പറയും. എൻ്റെ കാറ് കയ്യിൽ ഇനിയും കഴിഞ്ഞില്ല അസൈനാരെ. എന്താ ഈ അതിൻ്റെ പെയിനും കൂടെ തുടച്ചെടുക്കുക? അനക്കിവിടെ മല മറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. നേരത്തിനും കാലത്തിനും എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? അന്നൊക്കെ പണിക്ക് നിർത്തിയ നേരത്ത് 4 നാൽക്കാലി നിർത്തിയ നന്ദി കാട്ടിയേ. കൂട്ടത്തിലൊരു വരുമാനമായിരുന്നു. അസൈനാരേ, ആ എന്താ കണ്ണു മൂക്കൂല്ലേ സുലൈമാനെ എനക്ക്? ഞാനൊരു മിന്നായം പോലെ കണ്ടപ്പോ കോയാന്ന് വിചാരിച്ചു. എന്താ കണ്ണും കണ്ടുവിടാതായോ? കാറ് കോയാന്ന് കരുതിയ അനക്ക് തിമിരം തന്നെയാ. മിനിഞ്ഞാന്ന് ഡോക്ടറും പറഞ്ഞു തിമിരമുണ്ട് എന്ന്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. അതിനൊരു സഹായം ഇവിടുന്ന് വേണ്ടി വരും. രാവിലെ തന്നെ എൻ്റെ ഒരു ഇല്ലാത്തരം കാറിന്റെ ഇടയിൽ കിടന്ന് കോഴി ചാവുന്നതിന് ചത്താലേ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്ന കായന്റെ ചെലവേ ആവുള്ളൂ. വേഗം വാ, നിങ്ങൾ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് വേറുള്ളത് നോക്കാൻ. ചായ കുടിച്ചിട്ട് വേഗം ഒരുങ്ങിക്കോ, സ്കൂളിൽ പോവാനുള്ളതാ. കാലുന്നാല് താത്താ ചായ കുടി കഴിഞ്ഞിട്ടില്ല. ആര്, സുലൈമാനോ? നല്ല നേരത്താണ് പഠിച്ചോനെ ഇവിടക്ക് വന്ന്. ആ കാക്കക്കുള്ള കാക്കക്ക് നാളെ ചൊല്ലി. എന്തേ 2 ദിവസമായല്ലോ സുലൈമാനെ ഈ വഴിക്ക് കണ്ടിട്ട്? ആ ഇവിടെ ഉള്ളവരല്ലാതെ ആരെന്നെപ്പറ്റി ചിന്തിക്കാനുള്ളത്? അല്ല ആശാത്ത് ഇവിടെ ഇല്ലേ? അതിന്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ഒരു ജീവശവം. ഇത് ചായന്റെ വെള്ളം കിട്ടിയ നന്നേന്. രാവിലെ തന്നെ വല്ലാത്തൊരു കിട്ടും. ചൂടുവെള്ളം തട്ടിയ ഇത്ര കുറവുണ്ടാവും. കറീന്റെ മണം കേട്ടിട്ടേ നിങ്ങളെ കൈപ്പുണ്യത്തിന്റെ ഒരു മണമുണ്ട്. ഉള്ളത് പറയാലോ, വേലക്കാരുണ്ടെങ്കിലും രുചിയായിട്ട് വല്ലതും തിന്നണമെങ്കിൽ ഞാൻ തന്നെ വെക്കണം. അവനോന്റെ വീട്ടിൽ നിന്ന് കട്ട് തിന്നാനായിട്ടൊരു തള്ള. എന്റെ പടച്ചോനെ, ഇതിനൊന്നും ഈ കാണുന്നില്ലല്ലോ. ഓ ഈ ആയസ്ഥാന്റെ ഒരു തമാശ.
അംബിക ഇവരെ പേർന്ന് ചേർത്തണം. സഖാവേ, മെഡിക്കൽ ക്യാമ്പിൽ റെക്കമെൻഡ് ഉണ്ടോ? എനിക്ക് ഇവിടെയൊക്കെ അല്ലാതെ എവിടെയാ അവസരം കിട്ടുക? ഇതൊന്ന് ചെയ്തു കൊടുത്തേ. ഇത് വെച്ചാൽ മതി. ശരി. ഇതാ നാസറേ. സഖാവേ, ആ. കണ്ണിന്റെ ഡോക്ടറെ ഒന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ? മഞ്ചേരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. ചേച്ചി വാ. സഖാവ് ഇവരെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. ശരി. ഭാര്യയെ കണ്ടപ്പോ ഭർത്താവിന് കുഴക്കായില്ലേ? താങ്ങാറ് കണ്ടാലല്ലോ തളർച്ച വരുള്ളൂ. ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ വല്ലാതെ തളരല്ലേ? ആ ശരി. വരൂ അമ്മേ. ലൈല, നീ വീട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിന്നെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാനെന്നും പറഞ്ഞു പോന്നത്. നീ വാ. ഉപ്പയല്ലേ വീട്ടില്? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കാണായിരുന്നു. പുതിയ ഏതോ ബിസിനസ്സിൽ കാശ് ഇറക്കിയിട്ടുണ്ട്. രാവിലെ പുറപ്പെടും. ഞാൻ വരാം വീട്ടിലേക്ക്. സഖാവ് 2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞത്. എനിക്കറിയാ സൂറ, തിരക്ക് പിടിച്ചതാണേലും നിന്റെ ജീവിതത്തിന് ഒരു സുഖമുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും വരാൻ ലൈല. ഞാൻ കാത്തിരിക്കും. ഒരുപാട് പറയാനുണ്ട് എനിക്ക് നിന്നോട്. എന്താ അവിടെ? ഇത് സ്വറസംഗമല്ല, മെഡിക്കൽ ക്യാമ്പാ. സഖാവിനോട് ചാരിയപ്പോ എന്റെ ചങ്ങാതിയെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കിട്ടുള്ളൂ. ജീവിതം ആസ്വദിക്കാൻ സാമൂഹ്യ സേവനം വളരെ നല്ലതാ. ലൈലി അതൊക്കെ ചിന്തിച്ച് ചങ്ങാതിയോട് പറയ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കും. ഞാൻ നടക്കട്ടെ സൂറ, ഞാൻ കാത്തിരിക്കും. ആ. എന്തു പറ്റി രാഘവേട്ടാ? രാഘവേട്ടാ, എന്താ പറ്റി രാഘവേട്ടാ? ഡോക്ടറെ കാണണോ? അതിന് മാത്രം ഒന്നുമില്ല ലക്ഷ്മിയെ. എന്നിട്ട് എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഒന്നുമില്ലാന്നേ, ഞാനിപ്പോ ഒരു ഗുളിക കഴിച്ചതേ ഉള്ളൂ. നിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. എനിക്കൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? രാഘവേട്ടനല്ലാതെ എനിക്കാരാ? ഞാൻ കാരണം രാഘവേട്ടൻ. നീ എന്താ അങ്ങനെ ചിന്തിക്കണത്? നിനക്ക് അങ്ങനെ തോന്നിയേ? ഒക്കെ തോന്നല. കുറച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് പറയാനൊരുങ്ങി. പിന്നെ നമ്മളെങ്ങനെയാ ഒറ്റപ്പെടുക? എന്നാലും ഒരെന്നാലും ഇല്ല, ഒക്കെ നിന്റെ തോന്നല. എന്നാലും രാഘവേട്ടൻ ഈ അസുഖത്തിലും ഒരു വിശ്രമവുമില്ലാതെ. നീ പോയി വാതിൽ ഓർക്ക്. ബാപ്പുട്ടിൻ്റെ അവിടെ? ഇല്ല, ഇന്ന് ക്ലാസ് എടുക്കാൻ കോളേജിൽ പോയിട്ടുണ്ട്. കുറെ ദിവസമായില്ലേ ബാപ്പുട്ടിക്ക് ആ വഴിക്ക് പോയിട്ട്. അവൻ അവൻ്റെ ബാപ്പാനെ പോലെയാ. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി എവിടെ എത്തും. അസി, ലൈലല്ലേ ഇവിടെ? ആ, ഒരു മാളികന്റെ മുകളിലുണ്ടാവും. ഞാൻ മുതലാളിന്നല്ല അസിയെ ഇങ്ങനെ വിധേയത്വം കാട്ടാൻ. ഇവിടെ നിന്നാ ശീലം ചോരയിൽ അലിഞ്ഞു ചേർന്നതാ. താഴെ
താഴാൻ എളുപ്പ, ഉയർന്നു കിട്ടാൻ ഇത്തിരി ഒന്നല്ല ബുദ്ധിമുട്ട്. നിങ്ങളൊക്കെ പറയണതും ചെയ്യണതും കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അതുപോലൊക്കെ ആകണമെന്ന്. തോന്നിയാ പോരാ, ആകണം. ഉമ്മ, ഈ നേരത്താണോ ഭക്ഷണം കഴിക്കുന്നത്? നേരവും കാലവും നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. വിശക്കണേന് വല്ലതും കിട്ടണമെങ്കിൽ അവനാൻ തന്നെ എടുത്ത് കഴിക്കണം. റസിയ ലൈല എവിടെ ഉണ്ടായിട്ടോ? ആളുണ്ടായതുകൊണ്ടായോ? ലൈലാന്റെ കാര്യം മോക്കറിയില്ലേ? കൂട്ടിലടച്ചിട്ട മാതിരി ഓൾ ആ മുറിയിൽ അങ്ങനെ ഇരിക്കും. ജീവൻ കിടക്കാൻ വേണ്ടി ഓൾക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കും. എന്നാലും റസിയല്ലേ ഇവിടെ? ഓളുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. പട്ടാളഭരണല്ലേ ഓളിവിടെ നടത്തുന്നത്. ഹാജിയാരൊന്നും പറയൂലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി പറഞ്ഞാൽ തന്നെ ശ്രദ്ധയുണ്ടോ? മൂപ്പരുടെ തലയിൽ എപ്പോഴും പണവും സമ്പത്തും മാത്രമല്ലേ ഉള്ളൂ. നേടുന്ന സമ്പത്ത് പങ്കുവയ്ക്കാൻ അറിയാത്ത മനുഷ്യന് സ്നേഹവും പങ്കുവയ്ക്കാൻ കഴിയില്ലുമ്മ. ശരി അയ്യാ പറഞ്ഞത്. സക്കാത്തും ദീനും ഒരു കിതാബിലാക്കി അളമാറയിൽ വെച്ചേക്കാ, ഒരു കാഴ്ചവസ്തുവിനെ പോലെ. റസിയാനെ കണ്ടില്ലല്ലോ. ഓള് ടൗണിൽ പോയതാ, ഇനി അന്തിക്ക് കാത്താ മതി. അല്ല, ലൈലേന്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേ? ഉമ്മയ്ക്കുണ്ടാവല്ലോ ഒരു തീരുമാനം. അന്നെ കാണുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒന്നുണ്ട്. എന്തേ അമ്മ? അന്നെപ്പോലെ പഠിച്ചോളാവോളും. പക്ഷേങ്കില് ജീവിതത്തിൽ ഇജി കാട്ടുന്ന ഈ ധൈര്യം ഉണ്ടല്ലോ, അതൊക്കില്ല. മനുഷ്യരെല്ലാരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുക. അനുഭവങ്ങൾ പഠിപ്പിക്കുമ്പം മാറാനുള്ള ചങ്കൂറ്റം പഠിച്ച പെൺകുട്ടിയൊക്കെ വേണം. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മതിക്കരുതെന്നല്ലേ പറയുക. എല്ലാം ശരിയാവും. ഉമ്മ എങ്ങനെ വിഷമിക്കുന്നത് കണ്ടാ ഓക്ക് വിഷമം കൂടുതലേ ഉള്ളൂ. മോള് പറഞ്ഞതും നേരാ. ആ തൻ്റെ ഇടത്തിനുള്ള തേട്ടാ ഇപ്പം എനിക്ക്. ഞാൻ ലൈലേന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ലൈല, ഞാൻ വായനയുടെ രസം കളഞ്ഞോ? നീ വന്നപ്പോ എന്റെ മടുപ്പൻ ലോകത്തുനിന്ന് രക്ഷപ്പെട്ടതുപോലെ. നല്ല പുസ്തകങ്ങളെ നിന്റെ മടുപ്പൻ ലോകത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് വേണ്ടത്. എന്റെ കാര്യത്തിൽ ജീവിതമാണ് ശത്രു. നീ എന്താ ഭീരുക്കളെ പോലെ സംസാരിക്കുന്നത്? ഒരു സ്ത്രീ അത് പറയുമ്പോൾ സമൂഹം പറയുന്നതാണ് നീ പറഞ്ഞത്. ഭീരു. ജീവിതത്തിൽ നിന്ന് ജീവിതത്തെ എടുത്തു മാറ്റിയ പിന്നെ ബാക്കി എന്താ? അങ്ങനെ ചോദിച്ചാ എനിക്കൊരു ഉത്തരവുമില്ല. നീ ചോദിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കാത്തതാണ് നിന്റെ ഈ മടുപ്പൻ വിഴുപ്പിന്റെ കെട്ടഴിയാത്തത്. പുരുഷന്റെ പ്രമാണിത്വമല്ലേ സുഹറ ലോകത്തെവിടെയും? പഠിപ്പും വിവരമുള്ള നീ ഇത് പറയുമ്പോ ഇതൊന്നുമില്ലാത്ത സ്ത്രീകൾ എങ്ങനെയാണ് ലൈല സ്വതന്ത്രയാവുന്നത്? പുരുഷന്റെ വാര്യലിൽ നിന്നല്ലേ സ്ത്രീയെ സൃഷ്ടിച്ചത്, അവന്റെ അടിമയായിട്ട്. നീ ഇപ്പോഴും വാര്യലിലാണെന്നാണോ വിശ്വസിക്കുന്നത്? കഷ്ടമാണ് ലൈല. ഇക്കാലത്തും എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടിയുടെ ചിന്ത ഇത്രയുള്ളൂ. മതഭക്തി നല്ലതിനാവണം. അതിലെ തെറ്റിനെ നന്മ കൊണ്ട് തിരുത്തണം, അല്ലാതെ സ്വയം നശിക്കാനല്ല. സ്ത്രീയിലെ വ്യക്തിയെ അംഗീകരിക്കാതെ തന്നിഷ്ടത്തോടെ മാത്രം അവളെ പുകഴ്ത്തുകയും മികഴ്ത്തുകയും ചെയ്യുന്ന പുരുഷന് അവളുടെ ശരീരമാണ് പ്രധാനം, ആത്മാവല്ല. നീ പറയുന്നതല്ല പുരുഷൻ. അല്ലെങ്കിലും സ്ത്രീക്ക് എന്തറിയാം പുരുഷനെ കുറിച്ച്? അതുപോലെ തന്നെയാണ് സ്ത്രീയെക്കുറിച്ച് പുരുഷന്റെ അറിവ്. പ്രകൃതി സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും ഒരാൾ മറ്റൊരാളുടെ അടിമയോ ഉടമയോ ആവുന്നില്ല. നീ പറയുന്നത് ചില്ലിട്ട് ഫ്രെയിം ചെയ്യുന്ന ആദർശങ്ങളാണ്. അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നാണ് സുഹറ. നീ സമൂഹത്തിൽ നിന്ന് എന്ത് പഠിച്ചെന്നാണ് പറയുന്നത്? ലൈല, നീ തോറ്റു കൊടുക്കുകയാണ്. സ്വന്തം സ്വത്തും അറിയാത്തതിന്റെ തോന്നി. മകൾ വിവാഹപ്രായം എത്തിയപ്പോൾ മഹർ നിശ്ചയിച്ച ഒരുത്തിന് വിൽക്കുമ്പോൾ എന്റെ മനസ്സ് കാണാൻ കഴിയാത്ത വാപ്പ. ഭാര്യയുടെ ശരീരം മാത്രം കണ്ട കൗശലക്കാരനായ ഭർത്താവ്. ഇവരിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ഒരു വക്ത് നിസ്കാരം ഹളാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് നോമ്പ് പോലും ഒഴിച്ചിട്ടില്ല. എന്നിട്ടും
നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ വന്നത്. നിന്റെ കൂട്ടുകാരി എന്ന നിലയിൽ നിന്നെ മാറ്റേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അതിലേറെ സ്ത്രീയായി ജനിച്ചതിലുള്ള അഭിമാനത്തിനും അവകാശത്തിനുമാണ്. ഇസ്ലാമിൽ പ്രവാചകൻ ചെയ്തിട്ടുള്ളതും സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയല്ലേ ലൈല? ആർക്കാണ് നാം കൂടുതൽ സേവ ചെയ്യേണ്ടത് എന്ന അനുചരന്റെ ചോദ്യത്തിന് 3 തവണയും നിന്റെ മാതാവിന് എന്നല്ലേ അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്? നിനക്കൊരു പുസ്തകം തരാൻ വേണ്ടി വന്നതാ. സംസാരിച്ചു വന്നപ്പോ നീ വരുന്നതുവരെ മനസ്സിലൊരു ഭാരമായിരുന്നു. ഇപ്പൊ അത് ഇറക്കി വെച്ചതുപോലെ. എന്നാ ഞാൻ പോട്ടെ. ഒന്ന് നിന്നേ. ദീനവിശ്വാസത്തിലുള്ളവരെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയതായിരിക്കും. എത്ര പറഞ്ഞാലും ഉളുപ്പില്ലാതെ പിന്നെയും വരണമെങ്കിൽ അത് തോലിന്റെ കട്ടിന്ന് പറഞ്ഞാൽ മതിയല്ലോ. വഴിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ റസിയ. പോകുന്ന മാർഗത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് കാണുന്നവരൊക്കെ വഴികാട്ടിയായി തോന്നും. ഇതിപ്പോ എന്തിനാ അങ്ങനെ കൈക്കൊണ്ട് കിടക്കണ? അടുത്ത് നിന്നാ പോരെ. ഈന്തപ്പനത്തോപ്പിൽ കാവൽ മാലാക്കന്മാരെ കണ്ണു വെട്ടിച്ച് ആ നിക്കണ ജിന്നേതാ? പച്ചക്കുപ്പായവും കാലം കൊടിയും. ഇതാനാ സൂയിപ്പാക്കി. കോജാത്തി പാത്തൂന്റെ കയ്യിന്ന് ഓളയും വാങ്ങിപ്പോയ പോക്ക നമ്മൾ വിടൂല. അന്നെ നമ്മള് വിടൂല. എന്റെ പച്ചപ്പത്രാസും കാട്ടി ഇന്റെ അടുത്തുനിന്ന് കൊണ്ടേതാ ജോളെ. ഇപ്പൊ പേര് കഴിഞ്ഞിട്ടുണ്ടാവും. എവിടെയാ ഓള് കുട്ടി? അതാ യാത്രയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇന്നത്തെ ജിന്നെ കെട്ടിട്ട് ഓടിയത് പയം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓളെ ഓർമ്മ വന്നത്. നിങ്ങൾ ഓളെ കണ്ടിട്ട് എത്ര കാലായി? റസൂലിന്റെ നാടും സുബർക്കത്തും കിടന്നിട്ടുള്ള യാത്രയല്ലേ? മലക്കുകളെ ചിറകടി കേട്ട് എന്റെ കാതടഞ്ഞു. ഇറാന്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി. ബദറിന് പോകുമോ? ഇത് പള്ളലാക്കിയാലേ അകത്ത് കിടന്നൊരു ബദറാ. കേട്ടിട്ടില്ലേ? ഞാനിപ്പം പോകുമ്പോ പാടയോരക്കാ ഇങ്ങളിപ്പം ഓന്തോടിയ വേലിക്കലറ്റം, ഇജോടിയ ആചാര അടുക്കളയിലറ്റം. അന്നെ നമ്മള് പൂട്ടിത്തരാ. ഓടടാ ഓട്. ഇന്ത്യ മനെ എന്നെ നമ്മള് എന്താ സുലൈമാൻക? എന്ത് പണിയാ ബാബുട്ടി ഈ കാട്ടിയേ? നിക്കണവിടെ. ഓനെ പിടിച്ചു വെച്ചോ, ഓനെ വിടരുത്. എന്നെ വിട് ബാബുട്ടി. എന്തെങ്കിലും പ്രശ്നം വേണോ ഒരിക്കൽ? ഈ പെന്നെ വിട്ട ജീവനോടെ പച്ചക്ക് കാണാം. പണ്ട് ഞാനൊരു അവത്തം കാട്ടിയതിന്റെ പേരിൽ കാണുന്നിടത്ത് ചോടിക്കാണെന്നെ. ഇജന്നെ വീട് ഇല്ലെങ്കിൽ എന്റെ പച്ച മയ്യത്ത് കാണ്ടിരിക്കെ. ഓനെ വിടരുത്. ഓന്റെ കജിന്ന് വാങ്ങിക്കൊണ്ടായതാ. യാത്രന്റെ ഇടയില് ഈന്തപ്പഴ തോട്ടത്തിൽ വെച്ചിട്ട് ഓന്റെ കജിന്ന് വാങ്ങിക്കൊണ്ടായതാ. വിടരുത്. ഇവനെ 2 പഴം തന്നെ പറ്റിച്ചതാ. ഓളിപ്പൊ കൊണ്ടുതരാം. അതിനല്ലേ ഞാൻ ഓടിയത്. എന്റെ കഞ്ഞി പൊട്ടിയത്. താങ്ക്സ്. അങ്ങാടി പാത്തിന്റെ കയ്യിൽ നാരായണ, ഇജ്ജ് രാവിലെ തുടങ്ങിയ ആളുടെ തിരപ്പ് തിരക്കിനൊക്കെ ഇജ്ജിന്റെ വലിക്കുക. ഇങ്ങക്ക് ഇപ്പൊ അത് ചോദിക്ക. അന്ന് വലിച്ചതിന്റെ കൊണാപ്പക്ക അങ്ങനെ. ഇങ്ങക്ക് തിന്നാൻ എന്തേ വേണം? എന്താന്ന് അറിഞ്ഞാട്ടാ ഇന്ന് ഹർത്താലായിട്ടും വീട് തരപ്പന്നാ? ഹർത്താലോ? ഞമ്മളിവിടെ ഹർത്താലും ബന്ധമൊന്നും ഇല്ലാത്താണല്ലോ. അനക്കറിയാത്ത ഒന്നല്ലല്ലോ അക്കാര്യം. ഈ നാട്ടിൽ ബന്ധു ഹർത്താലൊന്നുമില്ല.
അതൊക്കെ അങ്ങ് പുറത്ത്. അതൊക്കെ സഖാക്കളുടെ നിയമം. ഇപ്പൊ കാലവും ജനങ്ങളൊക്കെ മാറിയില്ലേ? സഖാക്കളെ നിയമം തന്നെ ഇപ്പോഴും ഇവിടുത്തെ നിയമം. എന്താ അനക്കിനിപ്പോ അതിൽ വല്ല മാറ്റവും വരുത്തണമെന്നുണ്ടോ? ഇന്ന് അതിന് ചെറിയ മാറ്റം വരുത്താൻ ഞങ്ങള്. ഒറ്റയാൾ പടയുടെ കാലം കഴിഞ്ഞു. അതെ, യുപിയില് ഗോവധത്തിനെതിരെ ഞങ്ങളുടെ സർക്കാർ നടത്തുന്ന ഹർത്താലിന് അനുകൂലിച്ചാണ് ഞങ്ങളുടെ ഹർത്താൽ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് പൂട്ടിക്കോ. ദേവാ, ഇത് കൊലച്ചതി കേട്ടോ. ഈ കടയിലുണ്ടാക്കി ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി തിന്നോ. എവിടെയോ എന്തോ സംഭവിച്ചതിന് ഈ നാട്ടും പുറത്തുകാരെന്ത് വെച്ചു പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അനുഭവിക്കണം, നിങ്ങൾ അനുഭവിച്ചോ. വാടാ. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ഗോവധം നിർത്തലാക്കുക. ഗോവധം നിർത്തലാക്കുക. ഗോവധം നിർത്തലാക്കുക. വെറുതെ പൊല്ലാപ്പാകല്ലേ. വേണ്ട വേണ്ട ഗോവധം. വേണ്ട വേണ്ട ഗോവധം. വേണ്ട വേണ്ട ഗോവധം. കട തുറക്കാൻ പറ്റില്ല, അത് സമ്മതിക്കൂല. ഭാരത് മാതാ കി ജയ്. ഗോ ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഗോവധം വേണ്ട വേണ്ട. ഗോവധം വേണ്ട വേണ്ട. പ്രകാശ, ഈ ഹർത്താലിൽ നിന്ന് നമ്മളങ്ങാടി ഒഴിവായിക്കൂടെ? ഈ ഗ്രാമത്തിലുള്ളവരാ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത്. നിനക്കുള്ള അധികാരം എനിക്കുണ്ട് ഇവിടെ. നീ വെറുതെ വ്യക്തിവിരോധവും ആദർശം പറഞ്ഞു നടക്കണ്ട. അത്തരത്തിലൊരു ബന്ധു ഹർത്താൽ ഇവിടെ ആരും നടത്തിയിട്ടുമില്ല. നിനക്കും അറിയാലോ. ഇവിടെ നടക്കാതിരുന്ന കാര്യങ്ങൾ ഇനി ഞങ്ങളായിട്ട് അങ്ങ് തുടങ്ങാൻ ബാബുട്ടിയെ. ഇജ്ജ് മാറി നിൽക്ക്. ഈ നാട്ടുമ്പുറത്തെ സാധാരണക്കാരൻ ഒരു ദിവസത്തെ അന്നം കണ്ടെത്തുന്നത് കണ്ട പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടാ. 10 or 100 കൂലി കിട്ടുന്നുണ്ട് വേണം അവന്റെ വീട്ടിലെ അടുപ്പിൽ തീ കത്താൻ. ഇവിടുത്തെ കച്ചവടക്കാരന്റെ വരുമാനം ഈ നാട്ടുമ്പുറത്തുകാരെ ആശ്രയിച്ച ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ നാട്ടുമ്പുറം അതിൽ ഉൾപ്പെടുത്താറില്ല. നമുക്കിതൊന്ന് ഒഴിവാക്കിക്കൂടെ? നീ പറയുന്ന ഒറ്റപ്പെട്ട ആദർശ ഇതൊരു വെള്ളരിക്കപ്പെട്ടല്ല ബാപ്പുട്ടിയെ. നിനക്കുള്ളതിനേക്കാൾ ആദർശങ്ങളും ആശയങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞാൻ ഇസങ്ങളല്ല പറയുന്നത്. ഞാനും നീയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളാ, അത് മറക്കരുത്. ഒരു സഹോദര സ്നേഹം ഇതിന്റെ ഏട്ടന്റെ കാര്യത്തില് എന്നോട് നീ കാട്ടിട്ടില്ല. നിന്റെ ഈ വൺ മാൻ ഷോ ഇനി വേണ്ട ബാപ്പുട്ടിയെ. എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. ഇക്കാര്യത്തിന് എന്തിനാ വെറുതെ ഒരു വാശി? വാശിയാടാ നിനക്കെതിരെ നിൽക്കുന്നത്. ഈ പ്രകാശനൊരു ഹര. വാശിപ്പുറത്താണെങ്കിൽ എന്റെ മയ്യത്ത് ചവിട്ടിട്ടേ നിനക്കതിനാവുള്ളൂ. എന്നാ പിന്നെ ആദ്യം ഇതൊരു ശവപ്പുറമ്പക്കാരാണ് അവന്റെ തീരുമാനത്തിൽ. ആദ്യം എന്റെ മയ്യത്ത് ചവിട്ടി തുടങ്ങട്ടെ. നിന്റെ ശവല്ലേ അങ്ങക്ക് വേണ്ടത്? വീറും വാശിയുള്ള നിന്നെ ഈ ഊച്ചാളികൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിന്റെ ചോര. ഈ നാട്ടുകാരുടെ ഇടയില്ലാതെ നിന്നെ ഒരു ദിവസം എനിക്ക് കിട്ടും. ആ നായസത്താതെ ചാകാനാ നിന്റെ വിധി. കുറച്ചാൾക്കാർ അങ്ങോട്ട് പോ, കുറച്ചാൾക്കാർ ഇങ്ങോട്ട് പോ. വാ. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി ജയ്. ബോലോ ഭാരത് മാതാ കി. ദയവേത് ഞങ്ങൾ തടയരുത്. ഇതൊരു ആക്സിഡന്റ് കേസാണ്. വണ്ടി തന്നെ കൊണ്ടുപോകണമെന്ന് നിനക്കെന്താ എത്ര വാശി? നീ ഇന്ന് ഓടണ്ട. എന്റെ കുട്ടി ആസ്പത്രിയിലെത്തിയാൽ രക്ഷപ്പെടുന്ന കൊല്ലിയേട്ടന്മാരും അഞ്ചന്മാരും കൊണ്ടുപോയിക്കോ. പക്ഷെ വണ്ടി തന്നെ വേണ്ട. കുട്ടിയല്ലേ, എടുത്താ പോരെ. ഞങ്ങൾ അറിയില്ല നിങ്ങള് ഇത് ദേവേട്ടന്റെ അനിയനാ. ഏത് ദേവന്റെ ഈശ്വരന്റെ ആളായിട്ടും കാര്യമില്ല. ഇന്ന് ഹർത്താലാ. ദൈവം വന്നറിയി പറഞ്ഞാലും നടക്കൂല മോളെ. അങ്ങനെ പറഞ്ഞല്ലേ മോനെ. എന്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. വർത്താനത്തേക്ക് അടിച്ച് പൊളിക്കടാ. അയ്യോ എന്റെ മക്കളെ. വേണമെങ്കിലേ ആശുപത്രിയിലേക്ക് തള്ളിക്കൊണ്ടേക്കോ. വാടാ. എന്താ പറ്റി? കിണറ്റിൽ വീണ കുട്ടിയാ. പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ മക്കളൊന്ന് സഹായിക്കും. കൂടെ പോന്നോളൂ. ദേവേട്ടാ, ദേവേട്ടാ എന്നെ കെട്ടു വീണു. വേഗല്ല പറഞ്ഞിട്ടുണ്ട്. നീയോ ഇക്കടാ. ബാപ്പുട്ടിയെ
ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരാരെയും ഞാൻ കണ്ടില്ല. നീ എന്താ ദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആപത്തിൽ സഹായിക്കുന്നത് ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ഞങ്ങൾ നടക്കട്ടെ, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ശരി. അസ്സലാമലൈക്കും. ജസീലോ? അനക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്ന വീട് അറിയോ? അത് വാപ്പ, ലൈല അവിടുന്ന് വന്ന അന്ന് തന്നെ ഇവിടെ വരണമെന്ന് കരുതിയതാ. ആ ഇരിക്ക്. അന്റെ വാപ്പ അന്ന് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് അന്ന് തന്നെ ഞാൻ മൂസാനോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. എന്താ എന്റെ തീരുമാനം? അതിപ്പോ ഞാനോ മൂസയോ തീരുമാനിക്കേണ്ടതല്ലോ, നിങ്ങൾ രണ്ടാളും തീരുമാനിക്കേണ്ടതാ. അന്നേരത്തെ ദേഷ്യത്തിന് ദേഷ്യം വരുമ്പോ മൊഴിയല്ലേ ഈ തെറ്റായി പോയി എന്ന് അറിഞ്ഞ ഞാൻ വന്നത്. ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഒരിക്കൽ പറ്റിയാ മനസ്സിലാക്കാം. ഞാൻ വേണല്ലോ എന്റെ കാല് പിടിക്കുക. അതൊന്നും വേണ്ട, ഇനി അത് ആവർത്തിക്കൂലെന്നുണ്ടായാ മതി. അനക്കറിയാലോ 3 വട്ടം മൊഴിയില്ല പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഇതിന്നോട് ഈ നേരിട്ട് പറയാതെ ഞാൻ എങ്ങനെ എന്റെ മോളെ വീണ്ടും എനക്ക് തരിക? എന്റെ അടുത്ത് പറ്റിപ്പോയതാന്നറിയാം. അത് കേട്ട പാടെ അവിടുന്ന് ഇറങ്ങിപ്പോന്നത് ഓളെ തെറ്റ്. ലൈലേനെ കുറ്റപ്പെടുത്തണ്ട, എന്റെ അടുത്ത് വന്ന് തെറ്റാ. അതറിയുന്നോണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. ഇന്നാ ഞാൻ പോട്ടെ, വാപ്പാനെ പറഞ്ഞയക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. നിർത്ത് 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 നിർത്ത്. നിർത്ത് നിർത്ത്. അതും പോയി. ഞമ്മളെ ലൈലാനെ കെട്ടിയത് സുലൈമാനിക്ക് എന്താ പറ്റിയേ? ഞമ്മളെ കാലിമൊരു റാണി കയറി. അതിപ്പോ മാറ്റി തരാ, നിങ്ങള് വണ്ടി കയറ്. വിട്ടോ 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 വിട്ടോ. ലൈലാന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. അവിടേക്ക് വരുമ്പോഴാണ് എന്നെ കണ്ടത്. ഇത് ഗൾഫാണ്. നിങ്ങക്ക് വേണോ? പലിച്ച വർക്കത്തിന്റെ കാര്യല്ലേ? വേണമെന്നോ? ലൈറ്റർ വേണോ? അതും കൂടെ എടുത്തോളി. വേണ്ട വേണ്ട, ഇക്കൊന്നും വേണ്ട. ഇത് കണ്ടാലേ നാട്ടുകാർക്ക് വേണം. എന്തിനാ അറിയോ? വീഡിയോ എത്തിക്കാൻ. നിർത്ത് നിർത്ത്, ഞാനിവിടെ ഇറങ്ങിക്കോളാം. പിന്നെ ലൈലാന്റെ മനസ്സ് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ശരിയാക്കണം. എന്റെ ഈ കൈ കിടന്ന് പറഞ്ഞ കുട്ടികള് എന്റെ വാക്കോൽ തട്ടൂല, ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോ സ്വീപ്പാക്കിയേ ആചാര മരുവനെ നല്ലോണം സ്വീപ്പാക്കി വരുന്നുണ്ട്.
അപ്പോ എനിക്കൊരു സ്ട്രോങ് കുറച്ച് ചായ എടുത്താ. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് അല്ലേ കുടിക്കല്? എനിക്ക് എപ്പോ സ്ട്രോങ് വേണം വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കാം. ഇതല്ല അല്ല സുലൈമാൻ, ആ കാറ് കയറി പോയത് ലൈലാന്റെ കെട്ടിയോനല്ലേ? ആ തീപ്പടി കിട്ടിയാട്ടിയ ലൈലാന്റെ കാര്യത്തിൽ ഇടപെടാൻ ഓടുക്ക ഈ ഞാൻ തന്നെ വേണ്ടി വന്നു. അപ്പൊ ലൈലാനെ ബാണ്ടാച്ചോ? അതന്നെ ആയിരിക്കും സംഭവിക്കുക. ഈ സുലൈമാന്റെ വാക്ക് ധിക്കരിച്ച് ആചാർ എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈലാനോട് ചോദിക്കണ്ടേ? അതൊക്കെ ഇങ്ങളെ കൂട്ടത്തില്. ഇത് ഞാനും ആചാരും തീരുമാനിക്കും. ഓൾ അനുസരിക്കും. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നമ്മളെ മത്തലി ബീരാനാജിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാ? നേരെ ഈ വഴിക്ക്. അല്ല സുലൈമാനെ, ഈ ആ വഴിയൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. അല്ല, ആചാരെ കാണുന്നത് എന്തിനാ? പള്ളിക്കാര്യത്തിനാ. പള്ളി ഉണ്ടാക്കാനോ പുതുക്കി പണിയാനോ? ഉണ്ടാക്കാനാ. എന്നാ സുലൈമാനെ ഈയും ചെല്ല്, കാര്യങ്ങൾ നടത്താൻ ഈ അവസ്ഥ. അപ്പൊ ഞാൻ എടുക്കണ ചായയോ? അതെ, നാരായണന്റെ അടുത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ പോവാണ്. നിങ്ങൾ ഈ പള്ളീന്റെ കാര്യത്തില് ആചാരം മാത്രമേ കാണുന്നുള്ളൂ? ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ബീരാനാജിനെ കണ്ടാല് നല്ലൊരു ബർക്കത്താവുന്ന കരുതിയിട്ടായി വരും. അത് ശരിയാ, ബർക്കത്തിന്റെ രൂപ മൂപ്പർക്ക്. മൂപ്പരെ തിരക്കിനിടയിൽ ഇമാതിരി കാര്യമൊക്കെ ഞാനാ നോക്കല്. എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് മൂപ്പർ എന്നോടൊന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് പറഞ്ഞ കേക്കുമല്ലേ? അങ്ങനെയുള്ള കാര്യം ഈ സുലൈമാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങളായതുകൊണ്ട് പറയാണ്, പള്ളി ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥലത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോ എല്ലാം കൂടി ഒരു ഒന്നൊന്നര കാര്യ നടക്കൂലേ? എന്താ നിങ്ങൾ ഉദ്ദേശം? സത്യം പറയാലോ, ഒരു പള്ളി വന്നാല് ഒരു കത്തീബിന്റെ പണിയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. ഉമ്മർക്ക് പോയിന്റെ പുണ്യം കിട്ടീന്, പണിയും കിട്ടീന്, നാട്ടിലെ ഗൾഫാരുടെ ഒരു പവറും കിട്ടീന്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വിധിയും വേണ്ടേ, തലയിലെ വരിയും നന്നാവണ്ടേ. ചക്കേട്ടാ മൊയൽ ചാകൂന്ന് വിചാരിച്ച ആചാര്യ ബ്ലാമക്കാരിയല്ലേ? എങ്ങട്ടാ സുലൈമാനെ? ആചാര്യ വീട്ടിലേക്കാ. കൂടെ പോയിക്കൂടെ? അതല്ലേ എളുപ്പം. അരിവാളിന്റെ ആൾക്കാരാ. മറ്റേ ബൈന്റെ പ്രശ്നത്തില് ആചാരായിട്ട് ലേശ രീതിയിലാണ്. ആചാര്യ വീടെത്തിയില്ലേ? എത്തി, ഇവിടെ അടുത്ത് തന്നെ. വാ. നീ ഇങ്ങനെ ബേജാറായാലോ? ഇതൊക്കെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നതല്ലേ. അകത്ത് സൂറുണ്ടല്ലോ. ധൈര്യം കൊടുക്കണ്ട, നീ എന്നെ എങ്ങനെ ആയാലോ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗാ. സഖാവേ, ലക്ഷ്മിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. നാസറേ, വേഗം ആശുപത്രിയിൽ കൊണ്ടാവുള്ള വഴി നോക്ക്.
ഒരു 10 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. ആരാടാ എന്റെ മുറ്റത്ത് വന്ന് ഇന്നെ തെറി വിളിക്കുന്നത്? ഇപ്പം വിളിച്ചതേ ഉള്ളൂ, ഇനി പ്രവർത്തിക്കുക ചെയ്യാ. ഈ ഇന്ന് എന്ത് ചെയ്യുന്ന ഇപ്പൊ അറിയണേ? ഇന്റെ മുറ്റത്തുനിന്ന് കുറയ്ക്കാതെ ഇറങ്ങി പോയി ഹിമാറളെ. അങ്ങനെ അങ്ങ് പേടിച്ചു പോകാനല്ല ഞങ്ങൾ വന്ന്. കൊമ്പങ്കല്ല് ഭാഗത്തേക്ക് ഒരു വഴിക്ക് വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുതരാൻ പലതവണയായി നിങ്ങളോട് ഞങ്ങൾ പറയണേ. ഇത് പറയാനായി ഈ തെണ്ടികളായിട്ട് രാവിലെ എഴുന്നള്ളി? തെണ്ടിക്കൂട്ടത്തിന്റെ എഴുന്നള്ളത്തല്ല, അവസാനത്തെ താക്കീതാ. ഒരു വഴിയില്ലാത്തതിന്റെ പേരിലായി ഇന്നലെ ഇവിടെ ഒരു മരണം സംഭവിച്ചത്. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ ഒലത്തും നാട്ടില് ജനിക്കണോണ്ടിയും മരിക്കണോണ്ടിയും സൗകര്യത്തിന് എന്റെ മുതലിന് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ചെറ്റനി ഞാൻ വകക്കൂല. നാട്ടുകാരെ പ്രശ്നത്തിന് നിങ്ങളും നിങ്ങളെ മുതലാണ് വിലങ്ങ് തരിയെങ്കില് ഈ ബാപ്പുട്ടി അതങ്ങ് മാറ്റുകാചാരെ. അന്റെ ബാപ്പ സഖാവ് സെയ്താലിന്റെ ഒറ്റയാൻ സ്വഭാവം അണക്കെന്ന് വെച്ചാ ബാപ്പുട്ടിയെ ഇന്ത്യ കൈയോണ്ടാന്റെ മയ്യത്ത് ജനിച്ച മരിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ആചാര്യ ഞാൻ നടക്കണത്. ഇനി ഇക്കാര്യം പറഞ്ഞ് ഈ മറ്റത്ത് വരൂല. ആ വഴി വെട്ടണ തടയാൻ പറ്റെങ്കിൽ തടി. എല്ലാരും വരി. എന്തായി മാറേ നോക്കിക്കണ്? പോടുന്ന് പോയി വണ്ടി കഴിക്കടാ. ആ തല തിരിഞ്ഞവന്റെ റൂഹ് നിക്കാൻ പോണേന്റെ തിളക്കല ഇന്നോടവന്റെ ഒരു കളി. പ്രകാശ, ദേവനെ കണ്ട്, അവനാ കടയിലുണ്ട്. ആ സംഭവത്തിന് ശേഷം അവനൊരു മാറ്റമുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ ഇത് പറയുമ്പോഴാണ് എനിക്കും തോന്നിയത്. ഞാൻ ആദ്യമൊക്കെ കരുതിയത് വീട്ടിലെ അവസ്ഥ കൊണ്ടാണെന്നാ. അതല്ലേ എല്ലാരും കരുതുള്ളൂ. ഒരു സോനയും ബാപ്പട്ടി ഒരുമിച്ച് ഞാനും കണ്ട്. എന്താണ് അവന്റെ മനസ്സിലെന്ന് നമുക്കറിയണല്ലോ. ബാപ്പുട്ടിക്കെതിരായി നിൽക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത്. അതിന്റെ തുടക്കം കിട്ടി. പക്ഷേ കൂടെയുള്ള ഒരാള് ഒരിടത്ത് നേടുമ്പോൾ ഒരിടത്ത് പോവാ. അങ്ങനെ നഷ്ടപ്പെടാനാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്തിനാ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. ദേവാ, ഇപ്പം നിന്നെ ഒന്നിനും കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. നീ വാ. ദേവാ, ഒരു ഹർത്താലാവുമ്പോൾ ചില നഷ്ടങ്ങൾ നടത്തുന്നവർക്ക് സംഭവിക്കും. അതിന് നീ ഇങ്ങനെ ഇത് പറയാനാണോ നീ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്? നീ എന്താ പുതിയൊരാളെപ്പോൾ സംസാരിക്കുന്നത്? നിങ്ങളാക്കിയതല്ലേ? ദേവാ, വേദചിന്തകളാണ് നമ്മുടെ സ്വപ്നം. രാമന് ബാലിയെ ചതിയിൽ വധിക്കേണ്ടി വന്നതിന്റെ തത്വം പിന്നെയും പിന്നെയും നിന്നെ ഓർമ്മപ്പെടുത്തണോ? ഞാൻ രാമനോ കൃഷ്ണനോ അല്ലല്ലോ പ്രകാശ. അനുഭവം പഠിപ്പിച്ചതും അതല്ലെന്നാണ്. നാസ്തികന്മാരെന്നും വിശ്വാസിയെ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ. നീ കാണുന്നില്ലേ ഇടതും വലതും എപ്പോഴും സമുദായത്തിന് പുറകെ നടക്കുന്നത്? പള്ളിയിൽ നിന്നുള്ള കാണിക്കപ്പണം സർക്കാരിന് കിട്ടുന്നുണ്ടോ? അമ്പലത്തിന്റെ പേരിൽ ഇല്ലാത്ത ബോർഡും വകുപ്പും ഉണ്ടാക്കി പണം സർക്കാരിനല്ലേ പോകുന്നത്? മതം മാറുന്നതിന് എന്ത് നിയമതടസ്സമാണുള്ളത്? ഭൂരിപക്ഷമെന്ന പറച്ചിലല്ലാതെ എന്ത് നേട്ടമാണ് ഹിന്ദുവിനുള്ളത്? ഞാൻ മനുഷ്യനെ കാണാനാണ് ശ്രമിക്കുന്നത്. മതങ്ങളും ദൈവങ്ങളും മനുഷ്യരെ മടയന്മാരാക്കുകയേ ചെയ്തിട്ടുള്ളൂ. നിന്നെ എങ്ങനെ മാറ്റിയെടുക്കണമെന്നാണ് അവർ ശ്രമിക്കുന്നത്. ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ
നഷ്ടപ്പെടുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? മറന്നിട്ടില്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അത്യാവശ്യം തിരക്കുണ്ടെന്ന്. പൊയ്ക്കോ. നിന്നെയും ബാപ്പുട്ടിനെ ഒരുമിച്ചാ കാണുന്നത്. നീയല്ല, അവനാ എൻ്റെ ലക്ഷ്യം. റസി അറിഞ്ഞ വിശേഷം? ദീനി ബോധമുള്ള ഒരു ഇസ്ലാം ചെയ്യാൻ മടിക്കണ കാര്യമാണോ ചെയ്തത്? ബാപ്പുട്ടി ഓനല്ലേ ദീനെ ചോദ്യം ചെയ്യുള്ളൂ. ഒരു കാഫറിന് ഇസ്ലാമിന്റെ ചോര എടുക്കാൻ പാടുണ്ടോ? ഓന് പരലോകത്തും ഗതി ഉണ്ടാവൂല. റസിയ മോളായതുകൊണ്ട് പറയാ, ഇവിടുത്തെ ലൈലയും ചോര കൊടുക്കണ പരിപാടിക്ക് പോയിന്. ജിന്ന് കയറിയുള്ള അതും അതിലപ്പുറവും ചെയ്യും. വെറുതെ അല്ല കെട്ടിച്ചോടന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഇസ്ലാമിന്റെ ശരീരത്തില് ജിന്നിന്റെ ചോരയായിട്ടാ ചിലരൊക്കെ ദീനും പറഞ്ഞു നടക്കുന്നത്. കാഫര്യങ്ങളായിട്ടുള്ള സമ്പർക്കല്ലേ ഓൾ അതിനപ്പുറവും പറയും. എന്താ സുലൈമാനെ കാഫര്യങ്ങൾ പറഞ്ഞാല്? ദീനുൽ ഇസ്ലാമിനെ വൈദഗ്ധിക്കാൻ നടക്കണ ചെകുത്താന്മാരാ. പല നിറമുള്ള കൊടിയും പിടിച്ച് മനുഷ്യന്മാരെ പോലെ നടക്കും. ഐത്യങ്ങൾ ചത്താല് കവറിന്റെ അകത്ത് വരുന്ന മലക്കുകള് രണ്ടു ഭാഗത്ത് ഇരുന്ന് ഇരുമ്പ് പാറോടി ഇങ്ങനെ കുത്തും. ഈ ഇങ്ങനെ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കല്ല സുലൈമാനെ. എന്തായാലും ഇസ്ലാമായാലും അറിയേണ്ട കാര്യല്ലേ. ബാപ്പുട്ടിക്ക് ഇതെല്ലാം ഉറപ്പാ. പിന്നെ നരകത്തിയും. ഈ ചെഴുത്താന്മാരെ നാട്ടിൽ നിന്നും ഇങ്ങക്ക് പിയാപ്പളന്റെ കൂടെ റസൂലിന്റെ നാട്ടിൽ പോയിക്കൂടെ? മോഹമില്ലാഞ്ഞിട്ടല്ല, ഈ നരകത്ത് നിന്ന് കൊണ്ടുപോവാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയോ? ഇനി വരുമ്പോ ഞാൻ പറയാം. ദീനും നെറിയും ഞാൻ പറഞ്ഞാലേ ഓന് മനസ്സിലാവും. വരുന്നല്ലോ എവിടാണെന്ന് അവിടെ പറ്റൂല, അവിടെ പറ്റൂല. സുലൈമാനെ അതിലൊളിച്ചോ? ഇതൊന്ന് പിടിക്കോളെ. കൊട്ടേനകത്ത് ഒളിച്ചേക്കാം. നടക്കല്ലായിരുന്നോ? കഴിഞ്ഞ കൊല്ലം ജാഥ പുറപ്പെട്ട് ചാറം മൂടിയിട്ടല്ലേ ഞാൻ യാത്ര പുറപ്പെട്ടത്. യാത്ര എവിടേക്കായിരുന്നു? എന്റെ വായിന്ന് മുത്തുപൊഴി പോലെ മേഘത്തിന്റെ മേലെ കൂടെ അല്ലായിരുന്നോ പോക്ക്? അന്ന് വൈമാറിപ്പോന്ന ജിന്ന ഇത്. ഇത് ഇത്തിരി കുറുമ്പുള്ളതാ. അലച്ചിലുകാരനാ. ഇതിന്റെ മോളിലിരുന്ന് ഓത്തോതണം, ഇല്ലെങ്കിൽ വീട്ടിലാകെ ഇരുട്ട് പരക്കും, ഇരുട്ട് പരക്കും. ഇത് കരിപ്പറക്ക ഇങ്ങട്ട് വാടാ. എന്റെ മോനെവിടെടാ? മോളെ ഞാനിപ്പോ നിക്കടാ. മര്യാദക്ക് എന്റെ മോളെങ്ങോട്ട് കൊണ്ടുവന്ന് കാലി ഞാൻ തല്ലി ഒടിക്കട. നായിന്റെ മോന്റെ മോന്റെ മോൻ. അന്റെ മൂട്ടിൽ ഇപ്പോഴാ സൂര്യൻ കുത്തിയത്? ഇന്നലെ പോകുമ്പോ രാവിലെ ഇറച്ചി വാങ്ങി കൊണ്ടുവരാൻ ആശയാത്ത പറഞ്ഞിരുന്നു. എന്നിട്ട് പോത്തിനെ വാങ്ങി അറുത്തിട്ട് വരിക. ഈ മൂസാക്കന്റെ അവിടെ നല്ല ഇറച്ചില്ലായിരുന്നു. അപ്പൊ വണ്ടൂര് പോയി. അതാ നേരം വൈകിയത്. നിന്റെ തിരക്കും കൂട്ടും അനക്ക് അറിയില്ല ഹിമാറെ. കൂരാട് തോട്ടം നോക്കാൻ എന്റെ വാപ്പ പള്ളിക്കാട് നിണീച്ചു വരുമോ? ഇന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി ഇവിടെയുള്ളവരെ കാര്യങ്ങൾ നോക്കല്. ഇനി ഇറച്ചി വെച്ച് തിന്നാൻ നോക്കാതെ കാറ് കൈകിടെ ബലാലേ.
അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. ഇരിക്കെ. ഈ നേരത്തെ നിങ്ങൾ ഇവിടെ ഉണ്ടാവൂലെന്ന് കുഞ്ഞുവിനോട് ഞാൻ സംശയം പറഞ്ഞതേ ഉള്ളൂ. പടച്ചോന്റെ കൃപോണ്ടാ നിങ്ങളിപ്പോ ഇവിടെ ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞത് നേരാ. ഇവിടുത്തെ വേലക്കാരൻ ഇപ്പൊ അങ്ങോട്ട് ചീത്ത അറിഞ്ഞിട്ടുള്ളൂ. അതെന്തേ? ഈ നേരാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങണതാ. ഇന്നും അവന്റെ വരവും കാറ് കയ്യിലും ഒക്കെ പയച്ച്. അതിപ്പോ കുരുത്തത്തിലായി. അന്ന് ജസീൽ വന്ന് പറഞ്ഞ പ്രകാര നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാലോ. ആചാര്യക്ക് അറിയാലോ 3 മൊഴിയാണ് ചൊല്ലിക്കണത്. ഇനി ഒരാളെ കൊണ്ട് കെട്ടിച്ചൊഴിവാക്കാതെ ജസീലിന് ലൈലാനെ തിരിച്ചെടുക്കാൻ പറ്റൂല. ഒക്കെ ജസീലിന്റെ അടുത്ത് വന്ന തെറ്റാ. എടുത്ത് ചാടി മൊഴിയല്ല. അതിനല്ലല്ലോ മൊഴിയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. വന്നത് വന്നു, ഇനിയിപ്പോ നടത്താനുള്ള വഴി നോക്കുക. ഇടക്കെട്ടിന് നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ഒരുത്തനാ നമുക്ക് വേണ്ടത്. നിക്കാഹ് നടത്തി കൊടുക്കുക. മൊഴി ചൊല്ലൂന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് വില കൂടിയ കാലാ അത്. അതെന്താച്ചാല് ഈ ഇടക്കെട്ട് ഒരു വിലപേശന. വിശ്വസ്തനായ ഒരാളെ ഇതിന് പറ്റുള്ളൂ. ഓനെ കൊണ്ട് ലൈലാനെ കെട്ടിച്ച് മൊഴി ചൊല്ലിക്കാം. അങ്ങനെ ആവുമ്പോ ഇരുചവി അറിയാതെ കാര്യം നടത്താം. കാശിനും ചെലവില്ല. അതിനൊക്കെ നമ്മളടുത്ത് ആളുണ്ടെന്ന്. ഇത് നടക്കും. നിങ്ങൾ ഓർപ്പിച്ചോളി. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ശരി. ആയിക്കോട്ടെ. എവിടെ പോയടാ അബൂജായില്? ആ പച്ചത്തൂർ അങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ പാത്താത്ത, നിങ്ങൾ ഇന്നിപ്പോ ഏത് വൈക്കാ? ഇബ്രാഹിം നബീന്റെ വിളിയാളം കേട്ട് മക്കത്തൊക്കെ ഞാനിന്ന് പോണത്. ഒന്ന് മുറുക്കിയിട്ട് പോയിക്കാളി. ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങിക്കോളാം. ഇന്റെ കോജ രാജകുമാരിക്ക് ഞാനിത്തിരി അഴുവ കൊണ്ടിരുന്നു. അവൾ എന്റെ അടുത്തുനിന്ന് പോയതോ. ആ പച്ച തുള്ളനുണ്ടല്ലോ, ഓനെ ഞാൻ പിന്നെ കണ്ടോളാം. ഓന് ഞാൻ വൃത്തപ്പെടൂല. ആ ശരിയൊക്കെ കൊടുത്തോളൂ. അല്ല സുയിപ്പാക്കിയെ, നിങ്ങളെ നോക്കി എന്തിനാ അങ്ങാടി പത്ത് നടക്കുന്നത്? അതെ, പാത്തൂന്റെ ഒരാടിനെ ചവിട്ടിക്കാൻ തന്നെ നിന്റെ അടുത്ത്. അയിനെ കൊണ്ടേ അർത്ഥോ? അർത്ഥല്ല, വിറ്റതാ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായി പോയി. നിനക്ക് അത്യാവശ്യം ഉണ്ടല്ലോ. അല്ല, അത് ഉണ്ടാവുമല്ലോ. അതാണ് സത്യം. അത്യാവശ്യം ഉണ്ടായിട്ടാ. പാത്തൂന് പകരം ഒരാടിനെ മേടിച്ചു കൊടുക്കണം വിചാരിച്ചാ. അതിനു വേണ്ടി കൊറേ എണ്ണത്തിന് നമ്മൾ കാണിച്ചു കൊടുത്ത്. കാട്ടി കൊടുത്താ പോരല്ലോ, കാശ് വേണ്ടല്ലേ സുയിപ്പാക്കിയെ? അതൊന്നുമല്ല പ്രശ്നം. അന്ന് ഇന്നത്തെ നാട് തന്നെ വേണോന്ന് മൂപ്പത്തി വാശി പിടിച്ചു. അതിപ്പം വല്ലവരും വായിട്ടില്ല ചാപ്സായിട്ട് കിടക്കുന്നുണ്ടാവും. സുയിപ്പാക്കി പാത്തൂന്റെ ആടിനാല് സുയിപ്പായി. കടുവേ കിടുവ പിടിച്ചു. നമ്മള് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ, ദാ അവര് വരുന്നുണ്ട്. എന്താ പ്രകാശ? നീ ചൂണ്ടയിട്ട മീനിനെ ഒന്ന് കാണാൻ നിന്നതാ. ദേവനെ കണ്ടിട്ടാണെങ്കിൽ നീ പറഞ്ഞത് അത്ര ശരിയല്ല. ഒരുപാട് കാലം ഒന്നും ആരെയും മണ്ടനാക്കാന്ന് കരുതണ്ട. വാ ദേവാ, നിനക്ക് ആ സാധനം വാങ്ങി തന്നിട്ട് എനിക്ക് 1-2 സ്ഥലത്ത് പോവാനുണ്ട്. അവന്റെ പോക്ക് കണ്ടില്ലേ? ബാപ്പുട്ടിയുടെ ഒപ്പാവുമ്പോ നമ്മളാരും തൊടൂല എന്നുള്ള ധൈര്യം അവന്. നക്ഷത്രത്തെ കണ്ട് ഭൂമിയിലിരിക്കുന്ന കുട്ടിയുടെ ആശ്വാസം മാത്രം അവന്. അത് ആസ്വദിച്ചിരിക്കുമ്പോ കത്തുന്ന പകൽ ചൂടിന്റെ ഇരുളിന്റെ അന്ധതയോ അവനിലുണ്ടാകാൻ വഴിയില്ല. അസിയേ, ഇത് അനക്ക് വേണ്ടി വാങ്ങിയതാ. ഉപ്പായം മുണ്ടുവാ.
വണ്ടൂർ പോയി ഒരു സിനിമ ഉണ്ടോ? ഇപ്പൊ തന്നെ പോയിക്കോ. നാളെ അസറാവുമ്പക്ക് ഇങ്ങോട്ട് വരാം. അപ്പോ പുതിയ പിള്ളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ വരും. വരാനായി. ഇരിക്കസിയെ അവിടെ ഇരുന്നസിയെ. എന്നാ തുടങ്ങല്ലേ. എന്റെ മകൾ ലൈല എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരമായി നിങ്ങൾക്കു ഞാൻ വിവാഹം ചെയ്തു തന്നു ഇണയാക്കി തന്നു. നിങ്ങളുടെ മകൾ ലൈല എന്നവളെ ഈ സ്വർണ്ണാഭരണം മെഹറിനു പകരമായി നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. കരയാൻ മറന്ന രാക്കിളി നീ കനവിൻ കൂട്ടിൽ ഉറങ്ങുകയോ മനസ്സിൽ മോഹങ്ങളെല്ലാം പകലിൽ സ്വപ്നമാകുമോ പകലിൽ സ്വപ്നമാകുമോ ലൈല, ഇതെവിടേക്കാ കൊണ്ടോണ്? എന്റെ ഭർത്താവിന്. ഉപ്പ കേട്ടിട്ടില്ലേ, മനുഷ്യരിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നെങ്കിൽ അത് ഭാര്യ ഭർത്താവിന്റെ മുമ്പിലാകണമെന്ന്. ലൈല, നിക്കടി അവിടെ. ഇസ്ലാം കാര്യം പഠിപ്പിക്കുക. ഇത്രയും കാലം ഉപ്പ ഇസ്ലാം കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാനായിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭർത്തൃപരിചരണം ഇസ്ലാമി വിലക്കിയ കാര്യമല്ലല്ലോ. ഇതെന്തി എന്നാടി നിന്റെ ഭർത്താവായത്? ഇന്നലെ 2 പവൻ മഹറിന്റെ ഉപ്പ് തന്നെ ലിയാക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തത്. എന്റെ തറുതല നിർത്തിക്കോ. ഒന്നിനും കൊള്ളാത്തവനെ കണ്ടിട്ടാ നീ തുള്ളണേ. നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ. ഇനി മുതൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ലൈല, ഈ കുടുംബത്തിൽ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അല്ലാത്തൊരു പടിക്ക് പുറത്താ. ഇറങ്ങിപ്പോടി. ഒന്നോർത്തോ, ഈ ഭീരാനാജിനെ എതിർത്തോരെ ഈ ഭൂമിന്റെ മുകളിൽ പൊറപ്പിക്കൂല ഞാൻ. അസി, നിന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന ഒരു സാധാരണ പെണ്ണാണ് അവള്. ഇക്ക പറയണത് എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് കഴിയണം. എല്ലാ മോഹത്തിന്റെയും ഒടുവിൽ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് നീ. ഒരു ജീവിതം അവൾക്ക് വേണ്ടത്. ഞാൻ കൊടുക്കും. ജീവിതം ഒരു വിലപേശലല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും അജിയാർക്ക്.
നിനക്ക് ഇത്രയും മാറ്റം, അതും ഇങ്ങനെ? എനിക്കും അറിയില്ല സൂറ. ചെറുപ്പത്തിൽ നമ്മളൊന്നിച്ച് സ്കൂളിൽ പോകുമ്പോൾ അറിയാതെങ്കിലും കിന്നരി തുപ്പയും വെച്ച് ഗമയിൽ വന്നിരുന്ന ഹസൈനാരെ ഇഷ്ടായിരുന്നു. പുറമെ കാട്ടാതെ എടുത്തു വെച്ചൊരു പ്രണയം. എനിക്കറിയില്ല എന്തായിരുന്നുവെന്ന്. ഇത്രയും സംഭവിച്ചിട്ടും നിനക്കൊന്നും അറിയില്ലെങ്കിൽ? അസിയുടെ മനസ്സിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലല്ലോ സൂറ. ചായ തണുത്തു പോവും, നീ വാ. എവിടെന്റെ ഏതെല്ലാം ഓജാത്തി? ഈ ദുനിയാവില് കറുത്ത സൂര്യൻ പെരുങ്കടലിൽ വീയാൻ തുടങ്ങിയേക്കണ്. നിന്റെ കുട്ടി കരുതിയിരുന്നോ? ഭൂതം നഷ്ടപ്പെട്ട മാണിക്യം തേടി വരും, പല മായങ്ങളും കാട്ടും. ഓ, ഇവിടെ എത്തിയില്ലേ? ചോര കാത്തു കിടക്കണ ഉറുക്കനാണല്ലോ ഈ ബാപ്പുട്ടിയെ. ഇത് എന്റെ കുടുംബത്തിന്റെ പ്രശ്ന. മാറി നിക്കണ അവിടുന്ന്, അടിച്ച് കൊല്ലണവനെ. വീരാനെ ചോണയുണ്ടെങ്കിൽ ഇച്ചൊരടി മുമ്പോട്ട് വെക്ക്. കോട്ടപ്പുറത്ത് പാത്തൂന്റെ കയ്യുണ്ട്. ഇതാ ഈ കയ്യിന്ന് കഞ്ഞിവെള്ളം വാങ്ങി കുറിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ചാടിച്ചും വെട്ടിച്ചും ഒരുപാട് മുതല് സമ്പാദിച്ചു. ഈ കൂട്ടത്തിലെ ഈ പാത്തൂന്റെ മുതൽ ഇത് സമ്പാദിച്ചിട്ടുണ്ട്. അതിനൊന്നും പകരാകൂലടാ ഈ മോള്. അന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. ഈ മണ്ണില് സ്വസ്ഥത നഷ്ടപ്പെട്ട് മരിച്ചവർക്ക് ഹറാമിയായ അന്റെ ചാവുകൊണ്ട് രക്ഷ കിട്ടുമെങ്കിൽ അങ്ങനെ വെക്കട ഒരടി മുന്നിക്ക് ആഴിഞ്ഞളി പാത്തു. വീടാനാച്ചിന്റെ ചോരയാണെങ്കിൽ നിന്റെ കാൽച്ചോട്ടിൽ വരും. ഓർത്തോ, വരിനടാ, വണ്ടി കയറ്. ബാപ്പുട്ടിയെ, അന്റെ മരണം അടുത്തിട്ടുണ്ട്, ഓർത്തോ. എന്താ പാത്തൂനോടെ കളി? വേണ്ട. എന്തായാലും എന്താ നാരായണേട്ടന്റെ തലപ്പൂടി വലിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്തായിട്ടെന്താ, നാടൻ പീടിയൊക്കെ ഇപ്പൊ പഴങ്കതി ആവല്ലേ? അതെ, ഇന്നാട്ടില് ഓരോന്നും പഴങ്കതായിക്കൊണ്ടിരിക്കല്ലേ അപ്പൂ. എന്താ ഒരു പുതിയ പഴങ്കഥ? അബ്ദു പച്ച പറഞ്ഞ ജീപ്പ പറഞ്ഞത് ആ കോമഡി പുതിയ പഴങ്കഥ അല്ല. നിങ്ങൾ പറഞ്ഞു വന്ന പഴങ്കഥ അതേതാണെന്നാ ചോദിച്ചത്. കച്ചറ കൂടണ്ട, മൂപ്പര് പറയും. ഈ സ്ട്രോങ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഒക്കെ ചാടല്ലേ. എന്നാ കേട്ടോളി, ബീരാനാജി ഒരു പള്ളി ഉണ്ടാക്കാൻ പോകും. എന്താ പറയണത്? മൂപ്പര് പാപം തീർക്കാനുള്ള തീരുമാനം എടുത്തോ? പിന്നെ ഈ പറയണ കേട്ടാ തോന്നും മൂപ്പര് പാവത്തിന്റെ കുടിലാ കിടക്കണെന്ന്. ഇസ്ലാമാണോ നിസ്കാരം ഫർളാണ്. അതിന് മൂപ്പര് വേണ്ടി വന്ന് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ. പണ്ട് പള്ളി കയറ്റാൻ പള്ളി കമ്മിറ്റിയോ നിങ്ങൾ പറഞ്ഞ ആളോ തീരുമാനിച്ചാ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ സമ്മതം മാറിയിരുന്നില്ലേ? പണ്ടുള്ള പള്ളിയൊക്കെ മൂപ്പരല്ല ഉണ്ടാക്കി. അല്ല, ചരിത്രം അറിയാൻ പാടില്ലെങ്കിലേ ഉണ്ടായിരുന്നൂടെ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചരിത്രമുള്ളല്ലോ. അങ്ങനല്ല, ഓർമ്മ ഉണ്ടാവൂന്ന് പറയാവൂ. ശരി, 1957 EMS മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിന്റെ മേന്മയാ. നിങ്ങൾ പറഞ്ഞ പോലെ പള്ളിയും മദ്രസയും കയറ്റാൻ പറ്റണതും അതിന്റെ പേരിൽ ആളാവണതും ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ മൂക്കിൽ വലിക്കുമായിരിക്കും. മൂക്കിലേക്കല്ല, കോഴിക്കോട്ടേക്ക് വലിക്കും. പള്ളി കമ്മിറ്റിക്ക് കാശുണ്ടെങ്കിലും പണ്ട് മലബാർ കലക്ടറുടെ ഓർഡിനൻസ് നേരിട്ട് വാങ്ങിയിട്ട് വേണ്ടിയിരുന്നു കല്ലിടൽ നടത്താൻ. ആ നിയമങ്ങൾ മാറിയപ്പോ പള്ളി കയറ്റണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസിൽ കയറേണ്ട ചെലവൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടി. എന്തൊക്കെ ആയാലും പുതിയ പള്ളിയും മദ്രസയും വരും. നമ്മൾ അതിന്റെ മൊയിലാറാവുകയും ചെയ്യും. നിങ്ങളെ ബാപ്പൂട്ടിനേക്കാളും വലിയ മാസ് പച്ചയ്ക്ക് പറഞ്ഞാൽ
പടച്ചോന്റെ കിതാബ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത് സുവർഗത്തിൽ കൊണ്ടുപോകണ പണിന്ന്. അറബി വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് നിലവാരമനുസരിച്ച് അറബി അധ്യാപക ജോലി 67 EMS മന്ത്രിസഭ കൊണ്ടുവന്നതാ. അപ്പോഴേക്കും പറഞ്ഞു അതും കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നാണ്. എങ്ങനെ പറയാതിരിക്കും? ഭാഷാ സമരം എന്ന് പറഞ്ഞ് മുണ്ട് പൊക്കി പിടിച്ചവരാ നിങ്ങൾ. ഡിക്ലറേഷൻ തെളിയിക്കുക, ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം, അക്കോമഡേഷൻ, സംരക്ഷണം, ഇതായിരുന്നല്ലോ അന്നത്തെ മന്ത്രിസഭ തന്നത്. എന്നിട്ടും ഭാഷാ സമരം എന്ന് പറഞ്ഞ് നടന്നത് നിങ്ങളാ. ഞങ്ങളെ സമുദായം വളർത്തിയോ നിങ്ങളാന്ന് പറയോ? സപ്തകക്ഷി ഭരണത്തിന്റെ നേട്ടമല്ലേ മലപ്പുറം ജില്ല? പൊന്നാനി KSRTC ഡിപ്പോ സഖാവ് എംപിച്ചു ബാബന്റെ നേട്ടല്ലേ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്ന സക്കാത്തിന്റെ ശരിയായ രൂപല്ലേ ഭൂപരിഷ്കരണ നിയമം? ഒക്കെ സമ്മതിച്ചു. നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റിന്റെ നേട്ടാ. പക്ഷെങ്കിലേ ഇവിടുത്തെ പാവങ്ങൾ ഇന്നും പട്ടിണി കിടന്ന് മരിക്കുക. തമ്മ് തല്ലി ചാകാനല്ലാതെ നമ്മളെ പോലത്തെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ? കൊടിയും കെട്ടി സമരവും നടത്തി ഉള്ള കമ്പനി പൂട്ടിക്കാന്നല്ലാതെ. എല്ലാ കൊടികളും കൂട്ടിക്കെട്ടുമ്പോഴാണ് ഇവിടെ കമ്പനികൾ പൂട്ടണത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഇവിടെ ഒരു കമ്പനിയും പൂട്ടിച്ചിട്ടില്ല. പറ്റുകൂടാണ്ട് എഴുതിക്കോ. എന്നാലും എനിക്ക് ചായ പൈസ കടക്കടക്ക് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. ആ കാറ് തുടച്ച് എന്റെ ചങ്കും പറച്ചോണ്ടാണ് ഇവിടുന്ന് പോയത്. ഉപ്പ, ലൈലാനെയും പ്രതാപത്തിന്റെ കാഴ്ചപ്പണ്ടായി തുടച്ചു വെക്കാന്നില്ല നിങ്ങക്ക്? ഓളെ മനസ്സ് എന്തെങ്കിലും കണ്ടു നിങ്ങള്? നന്നായിട്ടുണ്ട്. ഇത് ചോദിക്കാനാ ഗൾഫിൽ നീ പാഞ്ഞു പിടിച്ചു വന്നത്? ഓള് ഇവിടുന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ മനസ്സ് കണ്ടിക്കണോന്ന്. ഈ കുടുംബത്തിന്റെ മാനോളം ഓർത്തിക്കണോ? മൊഴി ചൊല്ലിയാൻ പിന്നെയും കെട്ടിയ നിന്റെ പേരും ഓളെ മാനും കൂടല്ലേ ഉള്ളൂ നാട്ടില്. എന്നിട്ടിപ്പോ ഉപ്പാക്ക് എന്ത് മാനം മാത്രമായിരുന്നു വലുത്? ആ ജസീലിന്റെ വൃത്തികെട്ട മനസ്സ് കാണാതെ ലൈലയെ വീണ്ടും അവനെ കൊണ്ട് കെട്ടിക്കാണല്ലേ വേറെന്ത് ന്യായം പറയാനുള്ളത്? അതേടാ, എനിക്ക് മാനായിരുന്നു വലുത്. ഒരു പീറ പെണ്ണിന്റെ മനസുഖത്തിന് വേണ്ടി കളയാനുള്ളതല്ല എന്റെ മാനവും മുതലും. നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണ് വേണ്ടത്. അത് മക്കളോ ഭാര്യയോ ആരായിരുന്നാലും അടിമകളായിരുന്നു നിങ്ങൾക്ക്. ഇക്കണ്ട സമ്പത്ത് ഉണ്ടാകുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട് ഞങ്ങളെ മുഖം. അന്ന് ആർത്തിയായിരുന്നെങ്കിൽ ഇപ്പൊ അത് നിലനിർത്താനുള്ള വെറിയാണ് വെറി. ഇന്ത്യ വെറിയുണ്ടാക്കിയ സ്വത്തിന് നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ടെന്ന്. ഇന്നെ ചോദ്യം ചെയ്യുന്നവർക്ക് കുടുംബത്തിന് പുറത്താ സ്ഥാനം. മക്കളേക്ക് അങ്ങക്ക് വലുത് അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, ഇതെല്ലാം കണ്ടോണ്ട് മുകളിൽ പറിച്ചൊന്നൊരാളുണ്ട്. പെങ്ങള് ചാടി പോയപ്പോ പഴയ ബന്ധവും തിരക്കി ഇറങ്ങിയതായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ പെങ്ങളെ തനിനിറം? ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. ആണുങ്ങളെ മയക്ക ഓള് പണ്ടേ മിടിക്കുകയാണല്ലോ. മര്യാദക്ക് വർത്തമാനം പറഞ്ഞു. നിന്നോട് എന്ത് മര്യാദയാ കാട്ടണ്ട്? മൊഴി അല്ലേ പെണ്ണിനെ തിരിച്ചു കെട്ടുന്നു കരുതിയാ? എന്നിട്ട് ഓള് പോയില്ലേ? നിന്റെ തോന്നിയാസത്തിന് എന്റെ പെങ്ങളെ കിട്ടാത്തതിന് അവളെ മൊഴിയൊല്ലിയ നിനക്കാണോ മര്യാദ? തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ. എന്തോടെ കാണിക്കണേ? ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്ന പഴയ ബാപ്പുട്ടി തന്നെ. നിനക്കൊരു മാറ്റമില്ല. നീയായിരുന്നു ഇപ്പം തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. നീ സഖാവിന്റെ കയ്യിൽ നിന്ന് കോളേജിൽ നിന്ന് വാങ്ങിയ തല്ലിന് നോവ് ഇതാ ഇപ്പോഴുണ്ട്. പറ, നീ എന്താ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന്?
ഗൾഫിൽ പോയിട്ടും എനിക്ക് നൽകാൻ കഴിയാത്ത സമ്മാനമാണ് നീ എൻ്റെ ലൈലയ്ക്ക് നൽകിയത്. ഹേയ്, ഞാൻ കൊടുത്തുന്നു. അസൈനാരും ലൈലയും തെരഞ്ഞെടുത്തു. ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. നിന്റെ ഈ നിസ്സാരതയ്ക്ക് തന്നെ ഒരുപാട് ആത്മാർത്ഥതയുണ്ട്. അല്ലെങ്കിൽ അസൈനാരെ രാഘവന് പകരം നീ മാർക്കറ്റിൽ പോട്ടറാക്കില്ലായിരുന്നല്ലോ. രാഘവന് വയ്യാതായി. ആ ശരീരത്തിൽ ഇനി അസുഖങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലാതായി. നിന്റെ ഈ മനസ്സിൽ നന്മയുണ്ടല്ലോ, അതാണ് ലോകത്ത് ആർക്കും കാണാൻ പറ്റാത്തത്. അതൊക്കെ പോട്ടെ, നീ ലൈലാനെ കണ്ടോ? കണ്ടു. അവളുടെ പ്രതീക്ഷകളും അനുഭവിച്ചറിഞ്ഞു. നീ ആ കുടുംബത്തിന് മാർഗനക്ഷത്രമാണ്. അയ്യോ, നീ എന്നെ ആൾദൈവമാക്കല്ലേ. മനുഷ്യന് മനുഷ്യരല്ലേ സഹായിക്കാനും ഉപദേശിക്കാനും പറ്റൂ. അത്രേ ഞാനും ചെയ്തുള്ളൂ. നിന്റെ ഫിലോസഫി ഒന്നും എനിക്ക് ദഹിക്കില്ല. ഞാനിപ്പോഴും ലൈഫിലൊരു ആവറേജാ. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. കൂടെ റസിയയും മക്കളെയും കൊണ്ടുപോകണം. ഇനിയും അത് താമസിച്ചാൽ ബാപ്പയും ഞാൻ തമ്മിലുള്ള ബന്ധം വഷളാവും. അകന്ന് നിൽക്കുമ്പോഴാണല്ലോ അടുപ്പം കൂടുക. ശരി, പോട്ടെ. ബാപ്പുട്ടിയെ, ഈ വരുന്ന ഇലക്ഷനിൽ ജില്ലയിൽ പാർട്ടിക്ക് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായി കൊടുക്കണം. അതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് മാഷേ. പ്രസ്ഥാനത്തിന്റെ ചിന്തയോട് യോജിക്കുന്ന നിലപാടെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അതെ. എന്നാ ഇനിയെല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ലാൽ സലാം. ലാൽ സലാം. പ്രകാശ, നിന്റെ ഏട്ടന്റെ ജീവൻ തകർത്തപ്പം അന്നേ ഞാൻ കരുതി വെച്ച ഇങ്ങനെ അവസരം. ഒരു ഹരിജൻ പെണ്ണ് നിന്റെ ഏട്ടന്റെ ഭാര്യ ഏത് നീ പൊറത്തിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ടു ഉറങ്ങിയിടുന്ന ദേവനെ അവൻ മാറ്റിയെടുത്ത് നിനക്ക് മറക്കാൻ പറ്റുമോ? നിനക്കാവില്ലെങ്കിൽ ഞാൻ ചെയ്യും. ഞാനൊരു ഹിന്ദുസ്ഥാനിയാണ്. ഒരു ഹിന്ദുവിന്റെ രക്തമാണ് എന്റെ സിരകളിലൂടെ ഓടുന്നത്. അത് ഞാൻ ചെയ്യും. ആ ചോര വീഴ്ത്തി ഈ മണ്ണിന്റെ ദാഹം ഞാൻ തീർക്കും. എന്താ പ്രകാശ ഈ നേരത്ത്? സഖാവ് എഴുന്നാ? ഞാനൊന്ന് മഞ്ചേരി വരെ പോയിരുന്നു. ബസ് കിട്ടിയില്ല, അതാ വൈകിയത്. അവിടെ എന്തോ ഒരു ശബ്ദം. എന്താ പ്രകാശ് ആടെ പണി? നാളെ ഇവിടെ ആരെങ്കിലും താലയില്ലാതെ കിടക്കുന്ന കാണാം. ആചാരെ, ആചാരെ, നിങ്ങൾ ഈ പണി ഇന്നോട് കാണിക്കരുതായിരുന്നു. എന്താ സുലൈമാനെ, എന്ത് കാട്ടീന്നാ? ഈ ദുനിയാവില് ഇസ്ലാമായ ഒരുത്തൻ കാട്ടാത്ത പണി ഞങ്ങൾ എന്നോട് കാണിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്തവരെ നടിക്കല്ലേ? ഇന്റെ മുറ്റത്ത് വന്ന് പേക്കൂത്ത് കാട്ടുക. ഈ എന്റെ പര പൊളിച്ചിട്ട് വേണമല്ലേ നിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ? ഈമാനുള്ള ഒരാളാച്ചാ ഒരുത്തനെ തെരുവിലിറക്കിയിട്ടല്ല പള്ളി ഉണ്ടാക്കണ്ടേ. ആദ്യം ഇതുകൊണ്ടായില്ല. മനസ്സിൽ പടച്ചവൻ ഓർമ്മയുണ്ടാണോ? ഇന്റെ പുറമ്പോക്ക് കിടക്കുന്ന പട്ടി ഇന്നോട് തന്നെ കുറക്കി. ഇന്റെ ഭൂമിയിൽ എന്ത് വേണോ വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ആചാരെ, ഈ ദുനിയാവില് നിങ്ങൾക്ക് മേലൊരുത്തരുണ്ട്. ഇന്റെ വൈറ്റ് പേപ്പറിന് വേണ്ടി നിങ്ങളെ കൂടി പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ ഫലമായിട്ട് കരുതിക്കോളാം. പക്ഷേങ്കില് നിങ്ങളോട് ചിലത് ചോദിക്കാതെ ഈ സുലൈമാൻ മയ്യത്താവൂല. നിങ്ങൾ എഴുതി വെച്ചോളി.
ജന്മങ്ങൾ പെരുകും നിതാ ആശ്വാസമായി ആശ്വാസമായി നിന്നിടം തോളു തന്നു നീ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ആശിച്ചു പോകുന്നു ഞങ്ങൾ നിന്നെ ഓർമ്മിച്ചു പോകുന്നു ഞങ്ങൾ നിന്നെ ഓർമ്മിച്ചു പോകുന്നു ഞങ്ങൾ പാടത്തു ചെറുമികൾ പാടുന്ന പാട്ടിന് ഓരത്തു താളം പിടിച്ച ചങ്ങാതി നീ കാളപൂട്ടുന്നൊരാ കോരന്റെ ആഹ്ലാദ കൈതട്ടി ലഹരിയേറ്റിക്കൊടുത്തു എല്ലാം മറന്നുകൊണ്ടല്ലേ നിനക്കൊപ്പമെല്ലാ മനുഷ്യരും വന്നു നിന്നു എന്നിട്ടും നിന്നെ കവർന്നെടുത്തു വിധി കണ്ണീരു നൽകി കടന്നുപോയി കണ്ണീരു നൽകി കടന്നുപോയി. ഇവിടെ ഈ ഗ്രാമാന്തരത്തിനകത്തളത്തിൽ ഒരു വിടർന്ന ചെമ്പരത്തി പൂ പോൽ നിന്നിരുന്ന ധീരനാം സഖാവുനി നിന്നോർമ്മ ചിന്തുകൾക്ക് മുന്നിൽ നേരുന്നു ഞങ്ങൾ സ്നിഗ്ധമാം ബാഷ്പാഞ്ജലികൾ. എവിടെയും നിറഞ്ഞു നിന്ന സ്നേഹമായിരുന്നു നീ എന്തിനും കരുത്തു തന്ന ധീരനായിരുന്നു നീ എവിടെയും നിറഞ്ഞു നിന്ന സ്നേഹമായിരുന്നു നീ എന്തിനും കരുത്തു തന്ന ധീരനായിരുന്നു നീ എവിടെ മാനുഷന്നു കന്മഷം കലർന്നു നിന്നുവോ അവിടെ നിന്റെ സ്നേഹമുള്ള വാക്കുമായി വന്നു നീ ആരുമില്ല നാഥനെന്നു കരുതി മനസ്സു നീറുവോർക്ക് തോളു ചേർന്നു നിന്നു തന്ന സ്നേഹമായി നിന്നു നീ തോളു ചേർന്നു നിന്നു തന്ന സ്നേഹമായി നിന്നു നീ സടകുകഞ്ഞെണീറ്റ സിംഹഗർജനം മുഴങ്ങിടട്ടെ സമരവീര കാഹളം നിറഞ്ഞു നിന്ന മണ്ണിൽ നിന്ന് സകല വർണ്ണവർഗഭേദ ചിന്തകൾ കരിഞ്ഞിടട്ടെ സർവ്വതും സമത്വമായി വിളങ്ങിടട്ടെ മണ്ണിതിൽ ചോര ചിന്തി മണ്ണിതിൽ മരിച്ചു വീണ മർത്യരെ വിപ്ലവത്തിൽ വിത്തു നട്ട ധീരരാം സഖാക്കളെ ചോര ചിന്തി മണ്ണിതിൽ മരിച്ചു വീണ മർത്യരെ വിപ്ലവത്തിൻ വിത്തു നട്ട ധീരരാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. പകൽക്കിനാവ് കാണുമ്പം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ. ഒരിക്കൽ കൂടി എല്ലാം കാണുകയായിരുന്നു. എൻ്റെ സഖാവിനെ, നിന്നെ, പിന്നെ 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 പിന്നെന്താ? സഖാവിന്റെ ഓർമ്മകളും മണവും ഒക്കെയുള്ള ഈ നാടിനെ വിട്ടു പോകുമ്പോൾ നമ്മൾ അനാഥരാവുന്നത് പോലെ. അല്ല, നമ്മൾ അനാഥരല്ല. സഖാവിൻ്റെ ആദർശങ്ങളും സ്വപ്നങ്ങളും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. സുറാത്ത, സുറാത്ത, അവരോട് കൊല്ലലെന്ന് പറ സുറാത്ത, കൊല്ലലെന്ന് പറ സുറാത്ത, കാല് പിടിക്കില്ല. പ്രകാശ, അന്ന് നീ സഖാവിന്റെ ജീവൻ എടുത്തപ്പോ നീ ഓർത്തിരുന്നോ ആ ആശകളും സ്വപ്നങ്ങളും? കൊലപാതക രാഷ്ട്രീയം എന്താണെന്ന് അവനെ ഞങ്ങൾക്കൊന്ന് പഠിപ്പിക്കാനുണ്ട് സഖാവേ. ഇവിടെ കയറി അവനങ്ങനെ രക്ഷപ്പെടണ്ട. വേണ്ട സഖാവേ, ഇവനെ കൊന്നതുകൊണ്ട് എനിക്ക് എന്റെ സഖാവിനെ തിരിച്ചു കിട്ടില്ല. ഈ നാട്ടിൽ ഇവൻ ജീവിക്കണം. സഖാവ് എന്താ പറയണത്? ഇവനെ വെറുതെ വിടാനോ? എന്റെ സഖാവിന് വേണ്ടിയാണെങ്കിൽ ഇവനെ നിങ്ങൾ കൊല്ലേണ്ട. എനിക്ക് നഷ്ടപ്പെട്ടത് ഇവന്റെ മരണം കൊണ്ട് തിരിച്ചു കിട്ടില്ല.
താ. ഇക്ക, എന്താ അബൂക്ക ഈ നേരത്ത്? ഹാജിയാർ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. സഖാവിനോടെന്തോ പറയാനുണ്ടെന്ന്. എന്നോടോ? സുഖമില്ലാതെ കിടക്കുന്ന ആളല്ലേ, ഏത് നിമിഷം എന്ത് സംഭവിക്കാം. ഹാജിയാർക്ക് കാണണമെന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരീരമാകെ തളർന്ന് മേലാകെ പൊട്ടി ഒലിക്കുകയാണിപ്പോൾ. ഡോക്ടർമാർക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ രോഗമെന്ന്. ഹസിയെ, എനിക്ക് സൊറാനോട് മാത്രമായിട്ട് ഒരു ഊട്ടം പറയാനുണ്ട്. ഈ വാ പുറത്തേക്കാം. ഈ സൂര്യന്റെ ചോട്ടില് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും വലിയ തെറ്റ് എന്നോട് ചെയ്തു മോളെ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. യും കുട്ടി അനാഥരാവാനുള്ള കാരണം ബാപ്പുട്ടിയോ? നിന്റെ പേര് ചൊല്ലി ചാകാനാ നിന്റെ യോഗം. ഇന്ന് കൂപ്പിൽ നേരം വൈകിയത് പടച്ചോൻ എനിക്ക് തന്നൊരു അവസരായത്. കൊല്ലണത് ഞാനാണെങ്കിലും ഏൽക്കാൻ മറ്റൊരാളുണ്ട്. പടച്ചോനെ മറന്ന് ഓന്റെ തീരുമാനങ്ങളൊന്നും നോക്കാതെ ജീവിച്ച് ഒരു നല്ല മരണം പോലെ എനിക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ എന്നോട് ചെയ്തത്.
എന്റെ നെഞ്ചിനുള്ള വീങ്ങി പൊട്ടുക. ശപിക്കെങ്കിലും ചെയ്യ മോളെ സുഹറ. അല്ലാ. ഉപ്പ 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 ആചാരെ ആചാരെ